നമസ്കാരം. 12 കൊല്ലത്തിനിടെ വയനാട്ടിൽ കടുവ പിടിച്ചു തിന്നുന്ന 8ാമത്തെ ആളാണ് രാധ. പൊതുവെ മനുഷ്യരെ ആക്രമിക്കാത്ത ജീവിയായ കടുവ നാട്ടിലിറങ്ങി മനുഷ്യരെ തിന്നുമ്പോൾ ഭരണകൂടം നിസ്സഹായരാവുകയാണ്. എന്നത്തെയും പോലെ വനം വന്യജീവി നിയമത്തെ പഴിചാരി കൈമലർത്തുന്നു ഭരണകൂടം. വന്യജീവികൾക്ക് വേണ്ടി മന്ത്രിയുള്ളപ്പോൾ മനുഷ്യരുടെ കാര്യം ആര് നോക്കും? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ ഒപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, CPM വക്താവ് സുരേഷ് താളൂർ, കിഫയുടെ പ്രതിനിധി പോൾ മാത്യു എന്നിവർ. ആദ്യം പോൾ മാത്യുവിലേക്ക്. പോൾ, ഇവിടെ വന്യജീവി ശല്യം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരികയാണ്. നാളെ UDFന്റെ മലയോര ജാഥയുടെ പ്രധാന മുദ്രാവാക്യം ഈ വന്യജീവി ആക്രമണം തന്നെയാണ്. അങ്ങനെയായിരിക്കെ ഇന്ന് നാം കാണുന്നത് ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ച് ഭക്ഷിക്കുന്നു. വനം വന്യജീവി നിയമത്തിൻ്റെ നിഷ്ഠൂരത ചൂണ്ടിക്കാട്ടി ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മിക്കവാറും കൈമലർത്തുകയാണ്. പക്ഷേ ആ വന്യജീവി നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുക, അല്ലെങ്കിൽ നിലവിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമെങ്കിലും ഈ കടുവകൾ മനുഷ്യനെ പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആനകൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ എത്രമാത്രം തൃപ്തികരമാണ്? ശരി, പോൾ മാത്യുവിലേക്ക് ഞാൻ വരാം. സുരേഷ്, ഇത് വയനാട്ടിലൊരു നിത്യസംഭവം എന്നും പറയില്ല. 2023 ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ പോലും ഈ കടുവയെ വെടിവെക്കാൻ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം തന്നെ ആ തീരുമാനം അറിയിച്ചുകൊണ്ട് മന്ത്രി പറയുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച ഗൈഡ് ലൈൻ ചൂണ്ടിക്കാട്ടുന്ന SOP ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. ആദ്യം ഇതിനെ മയക്കുവെടി വെച്ച് കൂട്ടിൽ കയറ്റാമോ എന്ന് നോക്കാം. ഇത് നരഭോജിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വെടിവെക്കാം, എന്നിട്ടാണ് വെടിവെപ്പിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ കടുവ ഇറങ്ങുന്നത് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കടുവ വരുന്നത് തടയാനോ എന്തെങ്കിലും വനം വകുപ്പ് അവിടെ ചെയ്തിട്ടുണ്ടോ? അല്ല, അതായത് ഇവിടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലക്കകത്ത് കടുവ മാത്രമല്ല കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു 1972 വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പഴിചാരി രക്ഷപ്പെടാനല്ല സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ജില്ലയിലും കേരളത്തിന്റെ മറ്റ് ജില്ലകളിലും വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഉയർന്നു പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, RRT വാർ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ജില്ലയിൽ 3 RRT ടീം സജ്ജമാണ്. RRT വാർ റൂം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് എല്ലാ വകുപ്പുകളുടെയും ഏകോപനം നടക്കുന്നുണ്ട്. ആ നിലയിൽ വന്യജീവി ആക്രമണം നേരിടാൻ സംസ്ഥാന സർക്കാരിന്റെ പരിമിതി നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട് നമുക്കറിയാം ദേശീയ ശരാശരിയേക്കാളും സംസ്ഥാന ശരാശരിയേക്കാളും വനഭൂമിയുള്ള ഒരു ജില്ലയാണ്. 30% വയനാട്ടിലെ ആകെ ഭൂവിഭാഗത്തിന്റെ 30% വനമാണെന്നറിയാം. ആ വനം, അതിൽ തന്നെ മിക്ക പ്രദേശങ്ങളും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വനത്തിനകത്തുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ആ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്നതിന് തടയുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടി എടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് പലപ്പോഴും വരുന്നത് കേന്ദ്ര സർക്കാർ 1972 പാസ്സാക്കിയ. ഞാൻ ചോദിക്കട്ടെ, 1972 നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോകാം. അങ്ങും ഈ 1972 വന്യജീവി നിയമത്തെയാണ് കുറ്റപ്പെടുന്നത്. നമുക്ക് 2006 ഒരു ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രാജ്യത്തുണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം വയനാട് ടൈഗർ പോപ്പുലേഷൻ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. കടുവകളുടെ എണ്ണം കൂടുതലാണോ എന്ന ക്വസ്റ്റിന് കഴിഞ്ഞ വർഷം വനമന്ത്രി പറഞ്ഞ മറുപടി ഹെൽത്തി ആണ്, ആരോഗ്യപരമായ ഒരു ജനസംഖ്യയാണുള്ളതെന്ന്. വയനാട്ടിൽ വനഭൂമി കൂടുതലാണ്, അതിനർത്ഥം കടുവകൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള വനഭൂമി അവിടെയുണ്ട്. അതിന് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ പിടിച്ചു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടൈഗർ പോപ്പുലേഷൻ കൂടുതലാണോ വയനാട്ടിൽ എന്ന കാര്യം സമ്മതിക്കണ്ടേ? കൂടുതലാണെങ്കിൽ അത് ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള എന്ത് മുൻകരുതലാണ് എടുത്തിട്ടുള്ളത്? അതല്ല, കടുവയെ സംബന്ധിച്ച് കടുവയുടെ ഹണ്ടിങ് ഏരിയ, കടുവയുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വനഭൂമി അതിനനുസരിച്ച് വികസിക്കുന്നില്ല. സ്വാഭാവികമായും കടുവയുടെ വർധന വഴി വനം അതിനനുസരിച്ച് വർദ്ധിക്കാതെ വരുമ്പോൾ കടുവകൾ പുറത്തേക്ക് വരുന്ന അന്തരീക്ഷമുണ്ട്. വയനാട്ടിലെ വനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം, വയനാട്ടിലെ വനം, സ്വാഭാവിക വനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു. വനത്തിനകത്തുള്ള ആവാസ വ്യവസ്ഥ തകർന്നിരിക്കുന്നു. സ്വാഭാവികമായും വനത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഉൾപ്പെടെ സ്വാഭാവിക വനങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണം. വനത്തിനകത്ത് തന്നെ വന്യജീവികളെ പരമാവധി വനത്തിനകത്ത് തന്നെ നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വനത്തിനകത്തെ ആവാസ വ്യവസ്ഥ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം കേരളം പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി, ഞാൻ ചോദിക്കുന്നത് 52 വർഷമായില്ലേ
52 വർഷമായി ഒരു നിയമം കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്. ആ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമത്തെ വന്യജീവികൾ സംരക്ഷിക്കണം, വന്യജീവി നാടിന്റെ സമ്പത്താണ്, വനം നിൽക്കണം, വന്യജീവി നിൽക്കണം, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള, അതിനും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, വയനാട്ടുകാർ നിഷേധിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം മനുഷ്യരെ സംരക്ഷിക്കണം. എന്നാൽ 72-ലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഊന്നൽ പൂർണ്ണമായും വന്യജീവികളുടെ സംരക്ഷണമാണ്. അത് അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഈ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇത് ലഘൂകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്, ഇത് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്, കൂടുതൽ അധികാരങ്ങൾ കൈമാറാൻ പറ്റുന്ന രൂപത്തിലേക്ക് രാജ്യത്തെ ഈ വന്യജീവി സംരക്ഷണം ഭേദഗതി ചെയ്യണം. അതാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേവലം കേരളത്തിലെ സർക്കാരിന്റെ മാത്രം ആവശ്യമല്ല, കേരളത്തിലെ നിരവധി കർഷക സംഘടനകൾ ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു നിയമ നിർമ്മാണത്തിന് നിയമ ഭേദഗതി വരെ മനുഷ്യരെ കടുവ തിന്നോട്ടെ എന്ന് നമുക്ക് വരുത്താൻ കഴിയില്ല. ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ ശ്രീ സുരേഷ്, ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയ വൈൽഡ് ലൈഫ് ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 2007 പുറപ്പെടുവിച്ചൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അവർ ആ ഗൈഡ് ലൈൻ എല്ലാ ഒരു നിശ്ചിത ഇടവേളയിൽ പുതുക്കുന്നുമുണ്ട്. 2007 തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഈ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏരിയകളുടെ ഒരു ബഫർ സോൺ ഉണ്ടാകണം. ബഫർ സോൺ വയനാട്ടുകാർക്ക് എത്രമാത്രം സ്വീകാര്യമാവുമെന്ന് നമുക്കറിയില്ല. മറ്റൊന്ന്, ഈ നരഭോജി കടുവകളുടെ സാന്നിധ്യം, നരഭോജിയല്ല ഏതെങ്കിലും കടുവകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ കണ്ടെത്തിയാൽ, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവിടെ കടുവകളുണ്ട്, സാന്നിധ്യമുണ്ടെങ്കിൽ കൃത്യമായ നിരീക്ഷണവും ട്രാക്കിങ്ങും വേണം, അതിന് ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്ന് 2007 തന്നെ സാങ്കേതികവിദ്യ ഇത്ര പുരോഗമിക്കാത്ത കാലത്ത് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രാക്ക് ചെയ്യണം, ഇതും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു ട്രാക്കിംഗ് അവിടെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അത് സംബന്ധിച്ചുള്ള ക്യാമറകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് സംബന്ധിച്ചുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പട്രോളിംഗ് ഉണ്ട്. കടുവകളെ നിരീക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടിയല്ലോ. അപ്പൊ ട്രാക്കിങ്ങും കടുവയുടെ ഗതിവിധികളൊക്കെ തന്നെ നിരീക്ഷിക്കാനുള്ള സംസ്ഥാനത്തിന്റെ പരിധിക്കകത്തുനിന്നുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേരള ഗവൺമെന്റ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കേവലം കേരളത്തിന്റെ വയനാട്ടിന്റെ പ്രശ്നമല്ലാന്ന്, രാജ്യത്തിന്റെ പ്രശ്നമാണ്. വയനാട്ടിലെ വനം സംരക്ഷിക്കപ്പെടുന്നത് വയനാട്ടുകാർക്ക് വേണ്ടി മാത്രമാണോ? പശ്ചിമഘട്ട മലനിരകളിലെ ജൈവസമ്പത്തും ജൈവവൈവിധ്യമുള്ള എല്ലാമുള്ള വളരെ പ്രധാനപ്പെട്ട ലോക ആവാസ വ്യവസ്ഥയ്ക്കും ലോക പരിസ്ഥിതിക്കും തന്നെ വലിയ പ്രാധാന്യം നൽകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ടതാണ് വയനാട്. അപ്പൊ സ്വാഭാവികമായും ഈ വനത്തിന്റെ സംരക്ഷണവും വന്യജീവി സംരക്ഷണവും ഇന്ത്യ ആകെ ഏറ്റെടുക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് 650 കോടി രൂപയുടെ പദ്ധതി, ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് മുകളിൽ പ്രതികരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് വന നിയമം എന്ന് പറയുന്നത് 72-ലെ വന നിയമം കേന്ദ്രത്തിന്റെയാണ്. വനം കൺകറന്റ് ഉള്ളതാണ്. അങ്ങനെ കൺകറന്റ് ഉള്ളപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ അധികാരങ്ങൾ പരിഗണിക്കാതെയാണ് ഇത്തരം കേന്ദ്ര നിയമം നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ കേരളം മാത്രമല്ല, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം ഉയർന്നു വരികയാണ്. അപ്പം എല്ലാ സംസ്ഥാനങ്ങളുടെയും സവിശേഷതക്കനുസരിച്ച്, ആ സംസ്ഥാനത്തെ വനത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും വന്യജീവി സംരക്ഷണവും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നവും വനത്തിന്റെ സംരക്ഷണവും വനത്തിന്റെ പരിപാലനവും അതോടൊപ്പം മനുഷ്യരുടെ പരിപാലനം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സമഗ്രമായ നിയമനിർമ്മാണത്തിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകത്തക്ക വിധത്തിൽ 72-ലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്താലേ ഈ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ സമഗ്രമായ പഠനം നടത്തണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു സമഗ്രമായ പഠനം നടത്തണം. കടുവകളുടെ ഹണ്ടിങ് ഏരിയ സംബന്ധിച്ച് നിശ്ചയിക്കണം. അതിനനുസരിച്ചുള്ള വനം നമ്മുടെ നാട്ടിനകത്ത് ലഭ്യമാണോ നോക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ കടുവകളെ സംബന്ധിച്ച് ഒരു ഹണ്ടിങ് ഏരിയ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഹണ്ടിങ് ഏരിയക്ക് വേറെ കടുവകൾ പ്രവേശിപ്പിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് ഒരു കടുവ വന്നാൽ കടുവകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും. ആ കടുവ തമ്മിൽ സംഘർഷം ഉണ്ടാകും. അതിൽ പരാജയപ്പെടുന്ന ആ കടുവ പുറന്തള്ളപ്പെടും. ആ കടുവ നാട്ടിലേക്ക് വരും. ഇങ്ങനെയെല്ലാം ഉള്ള കടുവകളുടെ ജീവിത രീതിയും അവരുടെ ഹണ്ടിങ്ങും ഉൾപ്പെടെ വെച്ചുകൊണ്ട് വയനാട് പോലെയുള്ള വനത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് ഈ കടുവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇങ്ങനെ തുടർച്ചയായി മനുഷ്യന്റെ ജീവന് നാശം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ വളരെ സമഗ്രമായ പഠനവും സമഗ്രമായ പദ്ധതിയും തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു സമഗ്രമായ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. അത്തരം പദ്ധതിക്ക് അംഗീകാരം നേടിയെടുക്കാനുള്ള പരിശ്രമം കേരളം ഒറ്റക്കെട്ടായി നടത്തേണ്ടതാണ്. അതാണ് കേരള നിയമസഭയിൽ യുനാനിമസായി പാസ്സാക്കിയ പ്രമേയത്തിന്റെ അന്തസത്തത. കേരളം ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ്. കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർ എല്ലാവരും, ഇപ്പോഴാവട്ടെ കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിമാർ. വനം വന്യജീവി നിയമ ഭേദഗതി എപ്പോഴുണ്ടാകും, അത് കേന്ദ്രം എപ്പോൾ തീരുമാനിക്കും നമുക്കറിയില്ല. ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ പോൾ മാത്യു,
പ്രൊജക്ട് ടൈഗർ എന്ന പേരിൽ കടുവാ സംരക്ഷണത്തിന് കോടികളുടെ ശതകോടികളുടെ പദ്ധതി ഉണ്ടായ ഒരു രാജ്യമാണിത്. അവിടെ തന്നെ ആ പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കടുവകളുടെ എണ്ണം കൂടിയൊരു മേഖലയാണ് വയനാടും അതുപോലെ കർണാടകയും. അങ്ങനെ കടുവകളുടെ എണ്ണം കൂടി. അപ്പോൾ കടുവകളുടെ ജനസംഖ്യ കൂടുമ്പോൾ കാട് ആവശ്യത്തിനുണ്ട് വയനാട്ടിൽ എന്ന് പറയുന്നു. പക്ഷേ കടുവകളുടെ എണ്ണം കൂടുമ്പോൾ അവയുടെ ഹാബിറ്റാറ്റിന് അനുസൃതമായ വനമുണ്ടോ ഒരു ക്വസ്റ്റനാണ്. അവിടെ നിന്ന് ഈ കടുവകളുടെ എണ്ണം കൂടുമ്പോൾ അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം 2023 2 വർഷം മുമ്പ് ഇതേപോലെ വയനാട്ടിൽ ഒരു ദൗർഭാഗ്യവാന കടുവ കടിച്ചു കൊന്നു. അന്ന് വനം മന്ത്രിയോട് ചോദിച്ചു കടുവകളുടെ എണ്ണത്തെക്കുറിച്ച്, പോപ്പുലേഷനെ കുറിച്ച്. വനം മന്ത്രി പറഞ്ഞ വളരെ ആരോഗ്യകരമായ ജനസംഖ്യയാണ് കടുവകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. വയനാട്ടിൽ തന്നെ 280 കടുവയുണ്ട് എന്ന് പറയുന്നു. ഈ 280 എണ്ണത്തിന് പറ്റിയ വനമുണ്ടോ അവിടെ? ഈ എണ്ണ വർധന ഭരണകൂടത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു തലവേദനയാകുന്നുണ്ടോ? അതിന് കൃത്യമായിട്ടുള്ള കണക്ക് NTC നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. അവരുടെ ഗൈഡ് ലൈൻ പറയുന്നത് എന്താണ്? 800 മുതൽ 1000 സ്ക്വയർ കിലോമീറ്റർ വരെ കോർ ഏരിയയിൽ 80 മുതൽ 100 കടുവകൾ വരെയാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അത് കോർ ഏരിയ ആണ്. അപ്പൊ ബഫർ സോൺ എല്ലാം ഉൾപ്പെടെ ഒരു കടുവയ്ക്ക് ഏതാണ്ട് ഒരു 20 സ്ക്വയർ കിലോമീറ്റർ ആവശ്യമുണ്ട്. വയനാട്ടിൽ ഇവരാകെ സർവേ ചെയ്തത് 400 സ്ക്വയർ കിലോമീറ്ററിലാണ്. അപ്പൊ 400 സ്ക്വയർ കിലോമീറ്റർ ആകെ കടുവകൾക്ക് താമസിക്കാൻ പറ്റുന്നത് വെറും 20 കടുവകൾ മാത്രമാണ്. എന്നാൽ 2013 സെൻസസിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വയനാട് ലാൻഡ്സ്കേപ്പിൽ 84 കടുവകൾ ഉണ്ട് എന്നാണ്. 2018 സെൻസസിൽ അത് 154 ആയിരുന്നു. 2013 സെൻസസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം കടുവകളുടെ എണ്ണം കുറഞ്ഞതായിട്ട് യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ എല്ലാം പ്രൊട്ടസ്റ്റ് വന്നതുകൊണ്ട് സർക്കാർ ആ കടുവകളുടെ എണ്ണം കുറച്ചു കാട്ടി എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് വയനാട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്നോ കാണപ്പെടുന്നോ ആയ കടുവകൾ ഈ ഡേറ്റാബേസിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ടും കടുവകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി എന്റെ മുമ്പ് സംസാരിച്ച ശ്രീ സുരേഷ് താളൂർ പറഞ്ഞതുപോലെ തന്നെയല്ല കാര്യങ്ങൾ. അതായത് ഇതിനു മുമ്പ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അമെന്റ്മെന്റ് സംഭവിച്ചിരുന്നു. 2023 അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ 2023 അമെന്റ്മെന്റിലെ സെക്ഷൻ 12 BB ഒന്ന് വായിച്ചു നോക്കണം എന്ന് ഞാൻ റിമൈൻഡ് ചെയ്യാണ്. ആ 12 BBയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സയന്റിഫിക് മാനേജ്മെന്റ്. ഒരു ആവാസ വ്യവസ്ഥയിൽ കൂടുതലുള്ള കടുവകളെ മറ്റ് സ്ഥലത്തേക്ക് പിടിച്ചു മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. അത് മാത്രവുമല്ല, അതിനുവേണ്ടി പ്രത്യേക ഒരു SOP കൂടിയുണ്ട്. വയനാട്ടിലെ കടുവകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് വയനാട്ടിലെ കടുവകളെ മറ്റു സ്ഥലത്തേക്ക് പിടിച്ചു മാറ്റാൻ സാധിക്കും. കേന്ദ്ര നിയമവും NTCയുടെ ഗൈഡ്ലൈൻസ്. വയനാട്ടിലെ കടുവകളുടെ എണ്ണം കൂടുതലാണെന്ന് വനമന്ത്രി സമ്മതിക്കണ്ടേ? വനമന്ത്രി 2023 ഈ കടുവാക്രമണം ഉണ്ടായപ്പോൾ പറഞ്ഞത് ഹെൽത്തി പോപ്പുലേഷൻ എന്നാണ്. ഹെൽത്തി പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കടുവയ്ക്ക് മാത്രം ഹെൽത്തി എന്നല്ല, മനുഷ്യർക്ക് ഹെൽത്തി ആണെന്നല്ലേ അതിന്റെ അർത്ഥം. വനമന്ത്രി അങ്ങനെ പലതും പറയും. വനമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ വെച്ച് പറഞ്ഞത് ചില സംഘടനകൾ സിംഹങ്ങളെ കേരളത്തിലെ കാടുകളിൽ നിന്ന് പുറത്തു വിട്ടു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു സിംഹം പോലും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. അപ്പൊ വനമന്ത്രി അങ്ങനെ പലതും പറയും. പക്ഷെ വനമന്ത്രി പറയുന്നതല്ലാതെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷ് താളൂർ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ LDFന് നിങ്ങൾ ഇത് അവതരിപ്പിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ കടുവകളുടെ എണ്ണം കുറവാണ് എന്ന സ്റ്റാൻഡിൽ വനമന്ത്രി നിൽക്കുന്നത്? NTCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇവിടെ കടുവകളുടെ എണ്ണം കൂടുതലാണ്. അത് നിങ്ങൾ അംഗീകരിച്ചെടുപ്പിക്കണം. എന്നിട്ട് ഇവിടെയുള്ള കടുവകളെ ഈ പർട്ടിക്കുലർ SOP പ്രകാരം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് എന്റെ വസ്തുത. ഒരു കടുവകളെ വയനാട്ടിൽ എത്രയോ തവണ കടുവകളെ പിടിച്ച് ആ പിടികൂടിയ കടുവകളെ തിരിച്ച് അതേ വനത്തിലോട്ട് വിട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ വെച്ച് മാനന്തവാടിയിൽ ഒരു കടുവയെ പിടിച്ചു, ആ കടുവ പിന്നെ തിരിച്ച് വനത്തിൽ വിട്ടു, ആ കടുവ തിരിച്ച് പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കി. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ജനപ്രതിനിധികൾ മിക്കവാറും എഴുതി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടുവയെ പിടിക്കുമ്പോൾ കടുവയെ തിരിച്ച് വനത്തിലേക്ക് വിടണമെന്നാണ് എഴുതി കൊടുക്കുന്നത്. നിരവധി തവണ ഞങ്ങൾ ഫേസ്ബുക്ക് ലൈവിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ചെയ്യേണ്ടത്. വയനാട്ടിലെ കടുവകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും വയനാട്ടിൽ പിടിക്കപ്പെടുന്ന കടുവകളെ തിരിച്ച് വനത്തിലേക്ക് വിടരുത്. അത് കൂടാതെ തന്നെ ആക്റ്റീവ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. വനത്തിനകത്തുള്ള കടുവകളെ പിടിച്ച് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ നിയമം അനുവദിക്കുന്നു. നിങ്ങൾ ആ നിയമം ഉപയോഗിക്കൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് NTCയോട് ഇത് ആവശ്യപ്പെടാത്തത്? വളരെ കൃത്യമായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഞങ്ങൾ നേടിയെടുത്ത വിധിയുണ്ട് ഈ ട്രാൻസ്ലൊക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യം. സംസ്ഥാന സർക്കാർ അവിടെ അമാന്തം
കാണിക്കുകയാണ് ചെയ്യുന്നത്. വന്യജീവി സംരക്ഷണ നിയമം മോഡിഫൈ ചെയ്യണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെ ഹണ്ടിങ്, അതായത് ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റിയിൽ കൂടുതൽ മൃഗങ്ങൾ കൂടുകയാണെങ്കിൽ അതിനെ വേട്ടയാടാൻ അനുവദിക്കുന്നുണ്ട്. അത് ഇവിടെ വരണം. നമ്മൾ ഒരു സ്പീഷീസ് ലെവലിലാണ് കൺസർവേഷൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ കൃത്യമായും അറിഞ്ഞുകൊണ്ടിരിക്കണം ഏത് ജീവി എത്രമാത്രം ഉണ്ട് എന്നറിഞ്ഞ് അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണം കുറഞ്ഞതിനെ കൂട്ടാനുള്ളത് ചെയ്യണം, എണ്ണം കൂടിയതിനെ കുറയ്ക്കാനുള്ളതും ചെയ്യണം. അത് ഒരു സംശയമില്ല. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം സംശയമില്ല. പക്ഷെ എന്നാൽ എനിക്ക് ചോദ്യം എന്ന് പറയുന്നത്, വന്യജീവി സംരക്ഷണ നിയമം നിങ്ങളെ കടുവകളെ മാറ്റാൻ അനുമതി നൽകുമ്പോൾ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? പിന്നെ കൃത്യമായിട്ട് SOPയുടെ കാര്യം പറയുകയാണെങ്കിൽ SOPയിൽ പറയുന്നുണ്ട് ഇവിടുന്ന് പിടിക്കുന്ന കടുവകളെ റേഡിയോ കോളർ ഇടണം എന്ന് പറയുന്നുണ്ട്. വയനാട്ടിൽ ഇതുവരെ ഒരു കടുവയ്ക്കും റേഡിയോ കോളർ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയുടെ കാര്യം ശ്രീ സുരേഷ് താളൂർ പറഞ്ഞു. ആവാസ വ്യവസ്ഥ മൂലമല്ല കടുവകൾ പുറത്തിറങ്ങുന്നത്. ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. കടുവകൾ ഒരു പ്രത്യേക ജീവിയാണ്. ഒരു സ്ഥലത്ത് ഒരു കടുവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആവാസ വ്യവസ്ഥയുടെ പ്രശ്നമല്ല, ആവാസ വ്യവസ്ഥയുടെ പ്രശ്നം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കടുവകളുടെ എണ്ണം കൂടിയതാണ് പ്രശ്നം. അതിന്റെ പരിധി എന്ന് പറയുന്നത് കടുവകളെ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ശ്രീ സുരേഷ് താളൂർ 650 കോടി രൂപയുടെ ഒരു പാക്കേജിനെ പറ്റി പറഞ്ഞു. ആ 650 കോടി രൂപയുടെ പാക്കേജിൽ കടുവകളുടെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്താ ഉണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പാക്കേജിൽ എന്താ ഉണ്ടായിരുന്നത്? ആ പാക്കേജിൽ ഉണ്ടായിരുന്നത് കുരങ്ങിന് സംരക്ഷിക്കാൻ വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കുക, 250 കുരങ്ങിനെ വെക്കാൻ വേണ്ടി 5 കോടി രൂപയോ മറ്റോ മുടക്കി ചെലവിൽ ഒരു കേന്ദ്രം ഉണ്ടാക്കുക തുടങ്ങിയ പദ്ധതികളാണ് അവിടെ ഇട്ടിരുന്നത്. കേന്ദ്രത്തിന്റെ സഹായം വേണം എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്നാൽ അതേസമയം അത് ഈ കടുവകളുടെ പ്രശ്നത്തെ അത് അഡ്രസ് ചെയ്യുന്നില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ കടുവയുടെ വിഷയത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മന്ത്രി വന്നു, മന്ത്രി പറഞ്ഞു ഞങ്ങൾ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പണമല്ല. വളരെ കൃത്യമായി കേന്ദ്ര വനം മന്ത്രി അത് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. അവരത് 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് കൂട്ടിയപ്പോൾ കേരള സർക്കാരിന്റെ 5 ലക്ഷം എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ നിർത്തലാക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ കേന്ദ്രം അത് കൂട്ടിയപ്പോൾ കേരളം കൂട്ടേണ്ടതായിരുന്നു. അത് കൂടാതെ കേരള സർക്കാർ ഇതൊരു ഒരു ദുരന്തമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ദുരന്ത നിവാരണ ഫണ്ടും കൂടി ഇത് ഉപയോഗിക്കാമെന്നാണ് ഞങ്ങൾ RTI കൊടുത്ത് ചോദിച്ചതിൽ. ദുരന്ത നിവാരണ ഫണ്ട് ഈ ഇങ്ങനെ അപകടം പറ്റിയവർക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടവർക്കോ കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്ത അറിവ് പോലുമില്ല. സംശയമില്ല, കേന്ദ്രത്തിൽ നിന്ന് സപ്പോർട്ട് വേണം, കേന്ദ്ര നിയമങ്ങൾ ലഘൂകരിക്കണം, ഇതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വേണ്ടതെല്ലാം ചെയ്തിരിക്കണം. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ നാളെ നിങ്ങൾ മലയോര ജാഥ തുടങ്ങുകയാണ്. മലയോര ജാഥയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ വന്യജീവി ആക്രമണം തന്നെയാണ്. ആ സമയത്താണ് ഒരു ഹതഭാഗ്യ ഇന്ന് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. രാഷ്ട്രീയമായി ഇതിനുള്ള പരിഹാരം കാണുക എന്നതോടൊപ്പം തന്നെ നിയമപരമായ പരിഹാരം കൂടിയുണ്ടല്ലോ. ഇവിടെ CPM അതുപോലെ വനം മന്ത്രി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര നിയമത്തിൻ്റെ ഭേദഗതി. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഭേദഗതി എന്ന് വരുമെന്ന് നമുക്കറിയില്ല, ഭേദഗതി ഉണ്ടാവുമോ എന്നറിയില്ല. അക്കാര്യത്തെക്കുറിച്ച് കേന്ദ്രമൊന്നും പറയുന്നില്ല. ഈ ഭേദഗതി വരുന്നതുവരെ ഈ കടുവകൾ ഉൾപ്പെടെയുള്ളവരെ, നരഭോജി കടുവകൾ ഉൾപ്പെടെയുള്ളവരെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് രാഷ്ട്രീയമായൊരു വിഷയമായി, വന്യജീവി ആക്രമണം രാഷ്ട്രീയമായ വിഷയമായി ഉന്നയിക്കുമ്പോൾ അതിനുള്ള പരിഹാരം കൂടി നിങ്ങൾ നിർദ്ദേശിക്കണ്ടേ? തീർച്ചയായിട്ടും അജീം സാഹിബ്, തീർച്ചയായിട്ടും. കാരണം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാലാനുസൃതമായിട്ട് നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേന്ദ്ര വനം വന്യജീവി നിയമം 10-50 വർഷം മുമ്പുള്ള നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം പോലെയല്ല ഇന്ന്. കാലഘട്ടം മാറി, വനവിസ്തൃതിയിലുള്ള വ്യത്യാസം, അത് വന്യജീവികളുടെ ക്രമാതീതമായിട്ടുള്ള പെരുകൽ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഈ ഒരു നിയമത്തിൻ്റെ മാത്രം മറ പിടിച്ചുകൊണ്ട് ഇടപെടൽ നടത്തേണ്ട സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇതിൽ കാര്യക്ഷമമായിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട കേന്ദ്ര സർക്കാരൊക്കെ ഒഴിഞ്ഞു മാറുകയും, ഇത് ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ഓരോ ചർച്ച നടത്തുകയും അതിനപ്പുറത്തൊരു യാതൊരു വൈകാരികമായിട്ടുള്ള ഒരു തലവും ഇല്ലാതെ നമ്മൾ അതിനെ കാണുന്നതിൽ ഒരു അർത്ഥവുമില്ല.
ഓരോ മരണം നടക്കുമ്പോഴും ഇപ്പോൾ ആന ആക്രമിച്ചായാലും പന്നി ആക്രമിച്ചായാലും കടുവ ആക്രമിക്കുമ്പോഴൊക്കെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടം വരുന്നു, അതിനെ ചൊല്ലി ആ സമൂഹത്തിൽ വലിയ വിഷമം ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറം 2 ദിവസത്തിനപ്പുറം നമ്മുടെ ചാനലുകളും അല്ലെങ്കിൽ നമ്മുടെ പത്രങ്ങളും നമ്മുടെ പൗരസമൂഹവും ഇതെല്ലാം മറക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ശ്രമം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഞങ്ങൾ UDF-ന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ തുടങ്ങുന്നു. വനം വന്യജീവി നിയമത്തിലുള്ള പരിഷ്കരണം മാത്രമല്ല, ഈ കർഷകരുടെ പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന അവഗണനകൾ, അതുപോലെ വന്യജീവികൾ നടത്തുന്ന അക്രമങ്ങൾ, കൊലകൾ, ഇതെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ രാഷ്ട്രീയമായിട്ട് കൂടി ഞങ്ങൾ അതിനെ ഉയർത്തി കാണിക്കും. കാരണം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് അതിലെ രാഷ്ട്രീയം കൂടി പറയണമല്ലോ. എല്ലാത്തിനും ഒഴിവഴികൾ പറഞ്ഞുകൊണ്ട്, എല്ലാത്തിലും ഒരു വന്യജീവി അക്രമം നേരിട്ട ഒരാൾ, ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് വനം മന്ത്രി പറഞ്ഞത് എന്താ, ചില ആളുകൾ വനത്തിൽ കയറുന്നു, വന്യജീവികളെ ആക്രമിക്കുന്നു, വന്യജീവികൾക്ക് പരിക്കേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോവുക. വന്യജീവികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു മന്ത്രി കേരളത്തിലുണ്ട്. പക്ഷേ ഈ വന്യജീവികളിൽ നിന്ന് അക്രമം നേരിടുന്ന മലയോര ജനതയ്ക്ക് വേണ്ടി വാദിക്കാനായിട്ടോ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് വലിയ ദുര്യോഗം തന്നെയാണ്. കുറച്ച് ദിവസം മുമ്പ് കോതമംഗലത്ത് കാട്ടാനാക്രമത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മരണങ്ങൾ വരുന്നു. ഇത്തരം മരണങ്ങളുടെ അക്രമങ്ങളുടെ, വന്യജീവി അക്രമങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. ഓരോ വർഷവും അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഈ പഴയ നിയമത്തിൻ്റെ ചൂട് പിടിച്ച് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം, ക്രിയാത്മകമായിട്ടൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല, നയപരമായിട്ടൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനും സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അല്ല ജിൻഡോ, എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടല്ലോ. ഇപ്പോൾ കടുവയുടെ എണ്ണം കൂടുതലാണ്. കടുവയെ ഇപ്പോൾ ഈ നിലവിലെ വനം വന്യജീവി നിയമപ്രകാരം കടുവയെ തൊടാൻ കഴിയില്ല. കടുവയെ വെടിവെക്കണമെങ്കിൽ അതിൻ്റെ SOP ഉണ്ട്. ആദ്യം അത് നരഭോജി കടുവയാണെന്ന് തെളിയണം. അതിന് ആരെങ്കിലും കടുവ പിടിച്ച് തിന്നണം, എന്നിട്ട് വേണം വെടിവെക്കാൻ. അപ്പോൾ നിയമം തന്നെയാണ് പ്രശ്നം. ആ നിയമ ഭേദഗതി ചെയ്താൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ സുരേഷ് ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും അജീം സാർ, അതിലൊരു ഇപ്പോൾ പറയാമെന്ന് അറിയില്ല, അതിലൊരു തമാശയുള്ളത്, നരഭോജി കടുവയാണോ എന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും നരഭോജി കടുവ കൊല്ലണം, കൊന്ന് തിന്നണം എന്നുള്ളതാണ്. അജിംസ് പറഞ്ഞത് കറക്റ്റാണ്. അതപ്പോൾ നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് ഓരോ കടുവ വരുമ്പോഴും നരഭോജി കടുവയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മനുഷ്യരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കർഷകരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ 10-50 വർഷം മുമ്പ് ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ അതിനെ കാണണം. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ. അപ്പോൾ ഇന്ന് ആ കാലഘട്ടത്തിനനുസൃതമായിട്ട് ആ നിയമങ്ങളിൽ അടിയന്തരമായിട്ടുള്ള മാറ്റം വേണം. അതിന് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നയപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം. മാത്രമല്ല, നിലവിലുള്ള നിയമത്തിന്റെ തന്നെ അതിനകത്ത് നിന്ന് നമുക്ക് അനുവദിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വന്യജീവികളെ കൺട്രോൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വന്യജീവികളെ അമർച്ച ചെയ്യുന്നുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ഒരു ആനയ്ക്ക് കൊടുക്കുന്ന പരിഗണന, ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ജീവികൾക്കും കൊടുക്കണം പരിഗണന. പക്ഷേ ഒരു ആനയ്ക്ക് കൊടുക്കുന്ന പരിഗണന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആന കിണറിൽ വീണപ്പോൾ ആ ആനയെ കിണറ്റിലിട്ട് മൂടണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അത്ര തീവ്രമായ നിലപാടൊന്നും നമുക്ക് മനുഷ്യത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അതിനപ്പുറത്ത് ആന ആക്രമിച്ച് കൊല്ലുന്ന മനുഷ്യനോടും നമുക്ക് ആനയ്ക്ക് കൊടുത്ത അതേ പരിഗണന വേണം. ആ ആനയെ കരകയറ്റി വിടാൻ മനുഷ്യർ കാണിച്ച ഒരു സ്നേഹവും ഒരു കരുതലും ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ആനയിൽ നിന്ന് മലയോര മേഖലയിലെ മനുഷ്യരെ സംരക്ഷിക്കാനായിട്ടും സർക്കാരുകൾ നയം സ്വീകരിക്കണം. അതിന് അടിയന്തരമായിട്ട് ഈ നിയമത്തിൽ മാറ്റം വരുത്തണം. നയപരമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മാത്രമല്ല, നിലവിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇത്തരം വന്യജീവികളെ വെടിവെക്കേണ്ടതാണെങ്കിൽ വെടിവെക്കണം. അല്ലെങ്കിൽ ഇത്തരം വന്യജീവികൾ നാട്ടുപ്രദേശത്തേക്ക്, കൃഷിഭൂമിയിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര ആധുനികമായിട്ടുള്ള ഫെൻസിങ് സംവിധാനമോ അല്ലെങ്കിൽ ട്രെഞ്ച് എടുക്കലോ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. ഇതൊന്നും ചെയ്യാതെ വനം മന്ത്രി ഹിന്ദി പാട്ട് പാടിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വന്യജീവികൾ മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുമ്പോൾ. ഓക്കെ, ശ്രീ സുരേഷ്, വയനാട് ടൈഗർ റിസർവിൻ്റെ ഒരു ടൈഗർ സാങ്ച്വറിയുടെ ഏരിയ എത്രയാണ്? പരമാവധി അതിനൊരു 350 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടാകും. ഈ 350 ചതുരശ്ര കിലോമീറ്ററിൽ സാധാരണ ശാസ്ത്രീയമായി എത്ര കടുവയെ വളർത്താം എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഇപ്പോൾ ഉള്ളത് 230ഓളം കടുവകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൃത്യം എണ്ണം നമുക്കറിയില്ല. ഇവിടെയാണല്ലോ പ്രശ്നം. അപ്പോൾ കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നു. സുരേഷ്, ഒറ്റ കാര്യം, കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടേ ഈ കടുവാ ഭീഷണി ചെറുക്കാൻ കഴിയൂ. ആനകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ആനകളുടെ എണ്ണം കൂടുതലാണ് എന്ന യാഥാർത്ഥ്യം സർക്കാർ ഉൾക്കൊള്ളണം. എന്നാലേ അതിനനുസരിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ടാക്കാൻ കഴിയൂ. കടുവകളുടെ എണ്ണം ഹെൽത്തിയാണ് എന്നൊരു വനമന്ത്രി പറഞ്ഞാൽ ആർക്ക് ഹെൽത്തിയാണെന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. അല്ല, ഞാനതിൽ ഈ ശ്രീ കിപ്പഴിയുടെ പ്രതിനിധി പറഞ്ഞപ്പോ അദ്ദേഹം വയനാട്ടിനെ സംബന്ധിച്ച് കടുവയുടെ വന്യമൃഗ ശല്യത്തെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്.
വയനാട് അനുഭവിക്കുന്നത് കടുവയുടെ മാത്രമല്ല, ആനയുടെ അപകടം കൊണ്ട് മനുഷ്യൻ മരിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി മനുഷ്യന്റെ എല്ലാ ജീവനോപാധികളും നശിപ്പിക്കുന്ന പന്നിയും കുരങ്ങനും മയിലും ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വന്യമൃഗങ്ങളുടെയും ആക്രമണം നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട്. വയനാടിന്റെ പ്രത്യേകത കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും വന്യജീവി സങ്കേതങ്ങളുമായിട്ട് ദേശീയോദ്യാനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. മൃഗങ്ങൾക്ക് സംസ്ഥാന അതിർത്തി ബാധകമല്ലല്ലോ. സ്വാഭാവികമായും ഈ സംസ്ഥാന അതിർത്തികളിൽ നിന്നുള്ള ഈ മൃഗങ്ങൾ വനത്തിലൂടെയുള്ള, ഇപ്പൊ നമുക്കറിയാം മാനന്തവാടിയിൽ 4 മാസം മുമ്പ് പിന്നെ ആളെ കൊലപ്പെടുത്തിയ ആന ഇവിടെ വയനാട്ടിലെ ആനയല്ലല്ലോ, കർണാടകത്തിൽ നിന്ന് അവിടുന്ന് റേഡിയോ കോള ഘടിപ്പിച്ച ആനയല്ലേ വന്നത്. അപ്പൊ വയനാടിന്റെ ഈ സവിശേഷതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കടുവയുടെ മാത്രം പ്രശ്നമല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ സമഗ്രമായ വന്യജീവി സംരക്ഷണ നിയമം, ഭേദഗതി നിയമം ഉണ്ടാവണമെന്നാണ്. ഈ സമഗ്രമായ വന്യജീവി സംരക്ഷണത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അത് വേണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, കടുവയുടെ കടുവയുടെ എണ്ണം സംബന്ധിച്ചും അത് സംബന്ധിച്ച് മന്ത്രി നടത്തിയ പ്രസ്താവന ഏതവസരത്തിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പ്രസ്താവന എന്റെ ശ്രദ്ധയിലില്ല വ്യക്തിയായിട്ട്. പക്ഷെ പൊതുവെ കടുവയുടെ എണ്ണം ഈ നമ്മുടെ ജില്ലയിൽ കടുവയുടെ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിന്റെ അപ്പുറത്തേക്ക് കടുവയുടെ എണ്ണം ഉണ്ട് എന്നുള്ള മാധ്യമ വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, അത് സംബന്ധിച്ചുള്ള സമഗ്രമായ പഠനം നടത്തണം. ഞാൻ ഇന്നത്തെ കിഫയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ 2023 മാർച്ചിലെ ഭേദഗതി ഒന്ന് വായിച്ചു നോക്കി, ഗൂഗിളിൽ കയറി വായിച്ചു നോക്കി. എന്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കും അതിന്റെ ഹൈലൈറ്റുകളെല്ലാം ഞാൻ വായിച്ചു, മൊത്തം വായിക്കാൻ പറ്റില്ല. ഹൈലൈറ്റുകൾ വായിച്ചപ്പോൾ ഇവിടെ ഒന്ന് കടുവയുടെ എണ്ണം വർദ്ധിച്ചാൽ ആ കടുവയെ പിടിച്ച് വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു സാധനം ഞാൻ അവിടെ കണ്ടിട്ടില്ല. പരിശോധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ. അതിലിപ്പോ ആരാ തർക്കം വരുന്നത്? മറ്റേ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഉദ്ദേശമുണ്ട്, കിഫയുടെ പ്രതിനിധി പറഞ്ഞ ഉദ്ദേശമുണ്ട്. കിഫയുടെ പ്രതിനിധി അവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കേരളത്തിന്റെ പ്രതിപക്ഷമാണ്. നേരത്തെ ഒരു 5-10 വർഷം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് വയനാട്ടിൽ ആദ്യത്തെ വലിയ തുടർച്ചയായ കടുവ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ അതിനകത്ത് പങ്കെടുത്തവരാണ്. അപ്പോ അന്ന് ഇത്തരം ഭേദഗതി നിർദ്ദേശങ്ങൾ സമഗ്രമായ ശാസ്ത്രീയമായ എന്ത് രീതിയാണ് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയത്? ഒന്നും നടപ്പാക്കില്ല. അപ്പൊ ഇത് ചാനലിൽ വന്നിരുന്ന് പറയാൻ വേണ്ടി കഴിയും. ഇത് വളരെ സങ്കീർണമായ നിയമമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട്ടുകാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കാര്യത്തിൽ യോജിപ്പാണ്, അതിന് മുമ്പന്തി നിൽക്കുന്നവരാണ് ഞങ്ങൾ, ഇടതുപക്ഷം CPM എല്ലാം. ഒരു കാര്യം ഉറപ്പാണ്, വയനാട്ടിലെ ജനത നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ വയനാട്ടിലെ ജനത നേരിടുന്ന ഈ രൂക്ഷമായ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി, പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള നടപടി കേരള സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ നേരത്തെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയരായ 2 നേതാക്കന്മാർ ഇവിടുത്തെ സുരേഷ്, അങ്ങനെ ഒരു കരുതലും സംരക്ഷണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുമെങ്കിൽ എങ്ങനെയാണ് ഇന്ന് വനം മന്ത്രി പറയുന്നത് കാട്ടിനകത്ത് വെച്ചാണ് കടുവ പിടിച്ചത്, അതല്ല കാര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കാട്ടിനകത്ത് വെച്ചാണ് കടുവ പിടിച്ചത്? അല്ല, പ്രിയദർശിനി എസ്റ്റേറ്റിൽ കാപ്പിക്കുരി ശേഖരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പൊ ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എവിടെ നിലനിൽക്കുന്നു? അതിനടുത്ത് എത്ര മാറിയാണ് വനമുള്ളത്? ഇതിന്റെ ബഫർ സോൺ ഉണ്ടോ ഇല്ലേ? എവിടെയൊക്കെ മനുഷ്യർക്ക് പെരുമാറാം? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാതെ അദ്ദേഹം പ്രസ്താവന നടത്തുകയാണ്. ഇല്ല, ഞാൻ ചോദിക്കും, നിങ്ങൾ അതേ വളരെ സങ്കുചിതമായ ചർച്ച. ഒരു മന്ത്രി ഒരു സംഘർഷ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് ഒരു 5-10 നീണ്ടിരിക്കുന്ന ഒരു കമന്റിനകത്ത് ഒരു പ്രസ്താവന വാക്ക് കടന്നൊന്നും എനിക്കറിയില്ല. തത്വത്തിൽ മന്ത്രിയുടെ തത്വത്തിൽ അദ്ദേഹം നോക്കൂ, നിലവിലുള്ള നിയമങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ എല്ലാവിധ ഇത് നോക്കാതെയല്ല മന്ത്രിയെ ഈ പറയുന്ന കടുവയെ കണ്ടാൽ വെടിവെക്കാൻ, കൂട്ടിൽ കയറുന്നില്ലെങ്കിൽ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവിടാൻ വേണ്ടി മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ പ്രായോഗികമായി അദ്ദേഹം ഇടപെടുകയാണ്. അതിനിടയിൽ ഒരുപക്ഷെ ഏതെങ്കിലും മാധ്യമബോധത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി, കാട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ പ്രിയദർശിനി എസ്റ്റേറ്റ് ആണ്, അതിനോട് ചേർന്നാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടമുള്ളത്. പ്രിയദർശിനി തേയിലത്തോട്ടമാണ്, ഇത് കാപ്പിത്തോട്ടമാണ്. മാനന്തവാടി മുനിസിപ്പാലിറ്റി 1ാം ഡിവിഷനാണ്. അതിനോട് ചേർന്ന് അതിന്റെ 500 മീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഈ മരിച്ച പിന്നെ യുവതിയുടെ വീടുള്ളത്. അവർ ഈ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലേക്ക് കാപ്പി പറിക്കാൻ വേണ്ടി പോയതാണ്. അവരെ രാവിലെ അവിടെ സ്കൂട്ടിയിൽ കൊണ്ട് ഇറക്കുന്നത് അവരുടെ ഭർത്താവാണ്. അപ്പൊ സ്വാഭാവികമായും അതിനോട് ചേർന്ന് വനമുണ്ട്. കാടിനകത്തുനിന്നുള്ള ആക്രമണം സ്വകാര്യ വ്യക്തിയുടെ പട്ടഭൂമിക്കകത്താണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് അങ്ങനെ മന്ത്രി പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ പ്രശ്നം, വയനാട്ടിലെ പ്രശ്നം കാട്ടിനകത്ത് മാത്രമല്ല, സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ ആന വന്നു, കൽപ്പറ്റയിൽ ആന വന്നു, വൈത്തിരിയിൽ ആന വന്നു. അപ്പൊ പട്ടണത്തിലേക്ക് പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന രൂപത്തിലേക്കുള്ള സങ്കീർണമായ സ്ഥിതിയാണ് വയനാട്ടിനകത്തുള്ളത്. ആ സ്ഥിതി പരിഹരിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ നിർദ്ദേശങ്ങളുണ്ട്. ഇവിടെ ഇപ്പം ഇപ്പേലെ പ്രതിനിധി പറഞ്ഞു 5 കോടി രൂപയുടെ കുരങ്ങന്റെ പദ്ധതി പറഞ്ഞു. ബാക്കി 650 കോടി രൂപ എന്തിനാ? അതായത് വയനാട്ടിലെ ഈ കാടും നാടും മറ്റ് ജില്ലകളെ പോലല്ല, വയനാട്ടിലെ കാടും നാടും വേർതിരിവില്ലാതെ ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും കാടും നാടും വേർതിരിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ ഫെൻസിങ് ഉൾപ്പെടെ വേണം, അതിനാവശ്യമായ തുക വേണം. അതിനാവശ്യമായ തുക ഉൾപ്പെടെ തരാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം. അതേപോലെ തന്നെ വനത്തിലെ തേക്കിൻ മരങ്ങൾ
ആ തേക്കിൻ മരങ്ങൾ വെട്ടിമാറ്റി അതിനാവശ്യമുള്ള വിഭവങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും. അതിന് കേന്ദ്ര ഗവൺമെന്റിന് അനുമതി വേണം. ഇത്തരം പ്രശ്നങ്ങൾ ആകെ കേരള നിയമസഭയുടെ പ്രമേയത്തിനകത്തുണ്ട്. കേന്ദ്രത്തിന് മുമ്പിൽ പലതവണ കേന്ദ്ര വനമന്ത്രിക്ക് മുമ്പിലും പ്രധാനമന്ത്രിക്ക് മുമ്പിലും എല്ലാം കേരള മുഖ്യമന്ത്രിയും കേരള വനമന്ത്രിയും ഉൾപ്പെടെ സമർപ്പിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം. നോക്കൂ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു കർണാടകയും തമിഴ്നാടും കേരളവും കൂടി ചേർന്ന ഒരു യോഗം ബാംഗ്ലൂരിൽ വെച്ച് നടത്തി. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും തോന്നുന്നു. അത് സംബന്ധിച്ച് ഇതെല്ലാം ചർച്ച ചെയ്താണ്. ഇവിടെ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവിടുത്തെ കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാട് ചോദിക്കുക. അതിപ്പോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എന്റെ മുമ്പിലുണ്ട്, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ കർണാടക ഗവൺമെന്റ് നിലപാട്? കർണാടകം നേരിടുന്ന ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒളിച്ചോടുന്ന കർണാടക വനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കർണാടക മന്ത്രിയും കേരള വനമന്ത്രിയും തമിഴ്നാട്ടിലെ വനമന്ത്രി പോയില്ല, അവിടുത്തെ ഫോറസ്റ്റിന്റെ മേധാവിയാണ് പോയത്, വകുപ്പിന്റെ മേധാവിയാണ്. അവർ മൂന്നുപേരും കൂടി ചേർന്നുള്ള പ്രവർത്തനമുണ്ട്. യോജിച്ച് 3 സംസ്ഥാനം കൂടി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്തർ സംസ്ഥാന ഒരു ചാർട്ടർ രൂപീകരിക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കി വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സംസ്ഥാന സർക്കാരിന്റെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയും ഇവിടെ നേരത്തെ കിഫ്ബിയുടെ പ്രതിനിധി പറഞ്ഞ പ്രശ്നം നമുക്ക് പഠിക്കാം. അതായത് വയനാട്ടിലെ നിലവിലുള്ള വനവും അതിനകത്ത് കടുവയ്ക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വനവും അതിനേക്കാൾ കൂടുതൽ കടുവയുടെ എണ്ണം ഉണ്ടെങ്കിൽ ആ കടുവയെ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യത നിയമത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിനകത്ത് വയനാട്ടിലെ ഇടതുപക്ഷവും CPI മുൻകൈയെടുക്കും. തർക്കമില്ല, പരിശോധിക്കാം. സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ് സുരേഷിൻ്റെതായി പുറത്തു വന്നത്. വളരെ തുറന്ന ഒരു നിലപാടാണ്. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന്. അതിഥികളെതിരെ ശ്രീ പോൾ മാത്യു, വനം മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനയിൽ, കഴിഞ്ഞ ദിവസം മാത്രമല്ല ഇതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, മലയോര മേഖലയിൽ സർക്കാരിനെതിരായ രോഷം വർദ്ധിപ്പിക്കാൻ, ജനങ്ങളെ തിരിച്ചുവിടാൻ ചില അരാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്, അവരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന്. നിങ്ങളെയാണോ മന്ത്രി ഉദ്ദേശിച്ചത്? ഞങ്ങളെയാണ് മന്ത്രി ഉദ്ദേശിച്ചത്. മന്ത്രി കുറച്ചു കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ പറഞ്ഞു. മന്ത്രി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അരാഷ്ട്രീയ സംഘടന വനത്തിനകത്ത് കയറി മൃഗങ്ങളെ തുരത്തി പുറത്തേക്ക് ഇറക്കുന്നുണ്ട്, അവിടെ സിംഹങ്ങളെയൊക്കെ ഇറക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വനം മന്ത്രി പറഞ്ഞത്. അപ്പൊ എനിക്ക് വളരെ സിമ്പിളായിട്ട് മന്ത്രിയോടൊരു കാര്യം ചോദിക്കാൻ ഉള്ളൂ. ഈ അരാഷ്ട്രീയ സംഘടനയ്ക്കെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല? വനത്തിനകത്ത് വെച്ച് മൃഗങ്ങളെ വേട്ടയാടി പുറത്ത് ചാടിക്കുക എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 7 വർഷം തടവിലിടാവുന്ന കുറ്റമാണ്. അത് മാത്രമല്ല, കേരളത്തിൽ സിംഹത്തെ കണ്ടെത്തിയവരാണ് നിങ്ങൾ. കേരളത്തിലെ സിംഹത്തെ കണ്ടെത്തിയ മന്ത്രിയാണ്. അപ്പോൾ ഈ മന്ത്രി ഇതൊന്നും ചെയ്യാണ്ട് അസംബ്ലിയില് പ്രിവിലേജ് ഉണ്ട് എന്ന ഒരേ ധൈര്യത്തിലാണ് അരാഷ്ട്രീയ സംഘടന എന്നൊക്കെ പറയുന്ന വാദങ്ങൾ പുറത്തുവിടുന്നത്. അസംബ്ലിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിക്കും MLA-ക്കും പ്രിവിലേജ് ഉണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങളെ വെച്ച് മറ്റൊരാൾക്കും പുറത്ത് കേസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ വനം മന്ത്രിക്ക് ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് യാതൊരു വിവരവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രി എന്താണ് ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതേപോലെ എഴുതി കൊടുക്കുക. ഇതുപോലെ ഒരു പാളിച്ച ഇതിനു മുമ്പും മന്ത്രിയുടെയും മന്ത്രിസഭയുടെയും കയ്യിൽ നിന്ന് വന്നു. ഇവർ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കരമായ അധികാരങ്ങൾ നൽകി ആരെയും എവിടെയും അറസ്റ്റ് ചെയ്യാൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന മൗലിക അവകാശങ്ങളെ പോലും വിലങ്ങായി ഒരു നിയമം അവതരിപ്പിച്ച്, ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്ത നിയമം അവതരിപ്പിച്ച് ഈ മന്ത്രിസഭയിലെ എല്ലാവരും അത് അംഗീകരിച്ച് അത് അസംബ്ലിയിൽ വെക്കാൻ ഇരിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഞങ്ങൾ അതുപോലെ തന്നെ മറ്റ് കർഷക സംഘടനകൾ ഇതെല്ലാം കണ്ടതുകൊണ്ടും അത് പ്രക്ഷോഭം തുടങ്ങിയുകൊണ്ടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് അത് നിർത്തി. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് വനം മന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് നമ്മുടെ ചർച്ചയിലുള്ള ശ്രീ സുരേഷ് താലൂറിന് ഇതേ അഭിപ്രായം തന്നെയാണ്. ശ്രീ സുരേഷ് താലൂറിന് എന്നോട് പറഞ്ഞത്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് മനസ്സിൽ വെക്കാണ്ട് നിങ്ങളിത് ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ച് നമ്മൾക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് വിവരങ്ങൾ ശരിക്കും അറിയാവുന്ന ഒരു മന്ത്രിയെയാണ് വനംവകുപ്പ് ഏൽപ്പിക്കേണ്ടത് എന്ന ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാം. ഈ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വളരെ വളരെ ഏബിൾ ആയിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ടല്ലോ. ശ്രീ ഗണേഷ് കുമാർ എത്ര മനോഹരമായിട്ടാണ് KSRTCയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതുപോലെ ഗണേഷ് കുമാറിന് ആ വകുപ്പ് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രിയായപ്പോൾ ആ വകുപ്പ് വേണ്ട, വനം വകുപ്പ് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഗണേഷ്. അതെ.
അപ്പൊ അതിന് ഇടതുപക്ഷത്തോട്ടുള്ള എൻ്റെ ഒരു യാചന എന്ന് പറയുന്നത്, നിങ്ങൾ ദയവായി കുറച്ചുകൂടി ഏബിൾ ആയിട്ടുള്ള ഒരാളെ ഇത്രയും പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ ഒരു മന്ത്രിയാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് അതിന് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ശരി ജിൻഡോ, ഇവിടെ പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറയട്ടെ. ശ്രീ സുരേഷ് താളൂർ പറഞ്ഞല്ലോ, അതായത് നിയമം അനുവദിക്കുമെങ്കിൽ മാറ്റാൻ കേരളത്തിലെ CPM തയ്യാറാണ് എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ശ്രീ സുരേഷ് താളൂറിന് കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് CPM പ്രതിനിധിയായ OV ജയൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ശ്രീ സുരേഷ് താളൂറിന് അത് കൊടുക്കാം. അത് തീർച്ചയായിട്ടും സ്വാഗതം അറിയിക്കുന്നു. ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ തരാം. ഈ ശ്രീ സുരേഷ് താളൂർ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒറ്റ ഇതായിട്ട് നിൽക്കുന്നത് സിംഗിൾ പ്ലാന്റേഷൻ ആയ തേക്കും അതുപോലെ തന്നെ യൂക്കാലിയും എല്ലാം വെട്ടി നശിപ്പിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും നശിപ്പിക്കേണ്ടതാണ്. ഇതിന് കേന്ദ്രത്തിന്റെ അനുവാദം വേണമെന്നാണ് ശ്രീ സുരേഷ് താളൂർ പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല, കേരളത്തിന് തന്നെ മാനേജ് ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ സർക്കാർ അത് വെട്ടി നശിപ്പിക്കാതെ അത് അവർക്കൊരു വരുമാന സ്രോതസ് ആയതുകൊണ്ടാണ്. നമുക്കറിയാം തേക്കുകൾ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന അക്കേഷ്യ, മാഞ്ചിയം പോലുള്ള ഇനി നടില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്, ഇനി നടില്ല എന്ന്. പക്ഷെ ഇപ്പോഴുള്ളവ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒന്നും അറിയില്ല. അതൊരു വരുമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ വരുമാനമല്ല നമുക്കിവിടെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളത് മാറ്റി അതിന് കേന്ദ്രത്തിന്റെ ഒരു അനുവാദവും ആവശ്യമില്ല. കേന്ദ്രം വളരെ കൃത്യമായിട്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും വനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, വനത്തിന്റെ നിയന്ത്രണം മുഴുവൻ സംസ്ഥാനത്തിനാണ്. കേന്ദ്രം ഒരു സപ്പോർട്ടിംഗ് റോളിലാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കേന്ദ്രം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആയതുകൊണ്ട് കേരളത്തിന് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുള്ളത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഒന്നും അറിയാത്ത, അതായത് വിവരങ്ങൾ കൃത്യമായി അറിയാത്ത, ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരു മന്ത്രി പ്രശ്നമാണ് എന്ന ഒരു കാര്യം കിഫ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി ഒന്നും അറിയുന്നില്ല, മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വലുതായി അവിടെ ഉണ്ട്. ഇവിടെ ഈ വനം വന്യജീവി നിയമത്തെ മാറ്റി നിർത്തിയാൽ അത് ഭേദഗതി ചെയ്യേണ്ടതാണ്, ചെയ്യുക തന്നെ വേണം. ഈ വനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, വനത്തിൻ്റെ മാനേജ്മെൻറ്റ്, വന്യജീവി മാനേജ്മെൻറ്റ്, വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് എത്രമാത്രം കാര്യക്ഷമമാണ്? അല്ല അജിം സൈദ്, ഞാൻ അതിലേക്ക് വരുന്നതിന് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPMന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളും അറിയാം, ഇന്ത്യയിലെ വന നിയമത്തെക്കുറിച്ച് അറിയാം, അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അറിയാം, അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ കേരളത്തിലെ വനം മന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് മാത്രം അദ്ദേഹം കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ മാതൃകയല്ല. നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രിറ്റിസിസം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്തും പറഞ്ഞൊക്കെ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ കേരളത്തിലെ വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ പ്രസ്താവന, ഏത് പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചാലും അത് കണ്ടില്ലെന്ന് CPMന്റെ പ്രതിനിധി പറയുന്നത് അത്രത്തോളം നിഷ്കളങ്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തത്, കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പം കേന്ദ്ര നിയമമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കൈ കഴുകുന്നു, അതവിടെ നിൽക്കട്ടെ. അതിൽ നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനുഭാവമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അതിനേക്കാൾ അപ്പുറം കേരളത്തിലെ വനം വകുപ്പിന്റെ പക്കൽ ഈ വന്യജീവികളുടെ ക്രമാതീതമായിട്ടുള്ള എണ്ണം വർദ്ധിച്ചതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റയുണ്ടോ? കടുവയുടെ എണ്ണം വർദ്ധിച്ചതോ ആനയുടെ എണ്ണം വർദ്ധിച്ചതോ, ഈ വന്യജീവികളുടെ അക്രമം നടക്കുന്നതിനെ കുറിച്ചിട്ട്? അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എണ്ണം വർദ്ധിക്കുന്നതാണ്. അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഇവർ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് അടക്കം വരുന്നു എന്നാണ് CPMന്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് അടക്കം ആനയും കടുവയും ഒക്കെ കാട്ടുപന്നിയും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം ആ വനത്തിനകത്ത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് നിർദ്ദേശമാണ് കേരളത്തിലെ വനം വകുപ്പിന്റെ പക്കൽ ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഇനി അതിനപ്പുറത്ത് നേരത്തെ അജിംസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വനത്തിൽ കയറുന്നവരൊക്കെ നിയമവിരുദ്ധരും അവരൊക്കെ മറ്റേ രാജ്യദ്രോഹികളുമാണെന്നൊക്കെ പറയുന്ന പോലെ, സമരം ചെയ്യുന്നവർ അർബൻ നക്സലുകളും രാജ്യദ്രോഹികളാണെന്ന് നരേന്ദ്രമോദി പറയുന്നത് പോലെയാണ് വനത്തിൽ കയറുന്നവർ അല്ലെങ്കിൽ വനത്തിന്റെ പരിസരത്ത് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ മോശപ്പെട്ട ആളുകളും അവരൊക്കെ നിയമവിരുദ്ധരുമാണെന്ന് വനമന്ത്രി പറയുന്നു. അതേ വനമന്ത്രി തന്നെ വന്യമൃഗങ്ങളുടെ ഭാഗത്തു നിന്ന് മനുഷ്യരെ കൊല്ലുന്ന നടപടികൾ കാണുമ്പോൾ സുഹാന സഫർ എന്ന് പറഞ്ഞ ഹിന്ദി പാട്ട് പാടി ആസ്വദിച്ച് അങ്ങ് പുകമിട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് മനസ്സിലാകുന്നത്
നടക്കുന്നില്ല. ഇനി ഈ വനം മന്ത്രി എന്നുള്ള വാക്ക് കറക്റ്റാണ്. വനം വന്യജീവി മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. വന്യജീവികൾക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രിയുണ്ട്. പക്ഷേ കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട്, മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രി കേരളത്തിലെ മന്ത്രിസഭയിൽ ഇല്ല. അതിനപ്പുറത്ത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ നിയമം ഒക്കെ ഭയങ്കര ഡ്രാക്കോണിയൻ ലോ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ വന നിയമത്തെക്കാൾ ഈ വനം പരിസ്ഥിതി നിയമത്തെക്കാൾ അതിനേക്കാൾ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ കടുവ വനത്തിൽ പോയിട്ടാണ് കടുവ കൊന്നത്, അത് നാട്ടിലേക്ക് ഇറങ്ങിയല്ല എന്നൊക്കെ ഉത്തരവാദിത്തരഹിതമായിട്ട് മന്ത്രിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കേരള സർക്കാർ നീക്കി വെച്ചിട്ടുണ്ട് ഈ വനം വന്യജീവി മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ. അതിലൊരു പ്രശ്നമുള്ളത് മനുഷ്യനും വന്യജീവിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. കാരണം ഏകപക്ഷീയമായിട്ടുള്ള അക്രമങ്ങളാണ്. വന്യജീവികൾ മനുഷ്യരെയാണ് കൊല്ലുന്നത്, കർഷകരെയാണ് കൊല്ലുന്നത്. തിരിച്ച് വന്യജീവികളെ മനുഷ്യരാരും കൊല്ലുന്നില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറെ കോടികൾ വെച്ചിട്ടുണ്ട്. അതിൽ എത്ര രൂപ ചെലവഴിക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏകദേശം 46% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി എന്താ ചെലവാക്കാൻ പറ്റാത്തത്? ഈ വനം വകുപ്പ് ഇത്രത്തോളം കാര്യക്ഷമമാണെങ്കിൽ അത് 100% ചെലവാക്കി ഈ ആളുകളെ സംരക്ഷിക്കണ്ടേ, ഈ മലയോര ജനതയെ, കർഷകരെ സംരക്ഷിക്കണ്ടേ? അപ്പൊ കേരളത്തിലെ വനം വകുപ്പിന്, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് അക്കാര്യങ്ങളിൽ അലംഭാവം സംഭവിക്കുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ വനനിയമം, കേന്ദ്ര വനനിയമം മോശമാണെന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ കേരള ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്? അതായത് കരട് ഭേദഗതി കൊണ്ടുവന്നല്ലോ. ആ കരട് ഭേദഗതിയെ തുടർന്ന് നിരന്തരമായിട്ടുള്ള സമരം നടന്നു. നിലമ്പൂരിലെ MLA-യുടെ നേതൃത്വത്തിൽ സമരം നടന്നു. അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ അക്രമം നടന്നു. ആളുകളെ പിടിച്ച് അകത്തിട്ടു. എന്തൊക്കെ ബഹളം നടന്നു. ഇപ്പോൾ അതിനെ ചൂട് പിടിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടക്കുന്നു. കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകർക്ക് ഇത്രത്തോളം ആശങ്ക നൽകുന്ന ഒരു വന നിയമ പരിഷ്കരണം അല്ലേ പിണറായി വിജയൻ സർക്കാരും കൊണ്ടുവന്നത്? ഈ 2024 വന്യജീവി അക്രമത്തിൽ മരണപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് നിരന്തരം അതിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ വിഷയം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിയമ ഭേദഗതിയുടെ കരടിൽ എന്താ പറഞ്ഞത്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പോലീസിനെ സമാനമായിട്ടുള്ള പോലീസിനേക്കാൾ അധികം അധികാരം കൊടുക്കുന്ന ഭേദഗതിയിൽ ഇവർ കൊണ്ടുവരാൻ നോക്കിയത്. അതിരൂക്ഷമായിട്ടുള്ള കർഷക പ്രതിഷേധം വന്നപ്പോഴല്ലേ സർക്കാരിന് ഗത്യന്തരമില്ലാതെ പിൻവാങ്ങേണ്ടി വന്നത്. അപ്പൊ ഇവരുടെ നയം എന്ന് പറഞ്ഞാൽ വന്യജീവികൾക്ക് അനുകൂലമാണ്. ഇനി കേരളത്തിൽ ലോട്ടറി അടിച്ചാൽ നമുക്ക് ലോട്ടറി അടിക്കുമെന്ന് വലിയ പ്രതീക്ഷയില്ല. ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നത്. പക്ഷേ വന്യജീവിയുടെ അക്രമം കൊണ്ട് മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയുടെ സംസ്ഥാന സർക്കാരിന്റെ പാക്കേജാണ് വന്യജീവിയുടെ അക്രമവും മരണവും ഒക്കെ. ഈ 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നതിന് അതിനേക്കാൾ ആവേശത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ വന്യജീവികളുടെ അക്രമം തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ 100% നടപ്പാക്കി, പ്രതിവർഷം അത് കൃത്യമായിട്ട് നടപ്പാക്കി, ഫെൻസിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ ട്രെഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കി ഈ വന്യജീവികൾ മലയോര മേഖലയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് വരുന്നത് തടസ്സം ചെയ്യാനുള്ള അങ്ങനെയുള്ള നടപടി സ്വീകരിക്കുന്നതിന് നരേന്ദ്രമോദിയുടെ അനുവാദം വേണ്ടല്ലോ. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി പോരെ. അവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് ഞങ്ങൾ പറയുന്നത്. നരേന്ദ്രമോദിയെ തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പരാജയം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് വിനിയോഗിച്ച് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ പറഞ്ഞ ഈ നിയമമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന്. പഠിച്ചത് പ്രകാരം CPM നിർദ്ദേശം എന്താ? നിങ്ങൾ പഠിച്ചത് പ്രകാരം നിങ്ങൾ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭേദഗതി, കരട് പറഞ്ഞല്ലോ, ആ ഭേദഗതിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിൽ മനുഷ്യർക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോഴുള്ളതിനേക്കാൾ കുറെ കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന ഒരു നിയമം കൊണ്ടുവരാൻ നോക്കിയ ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ കേന്ദ്ര നിയമത്തെ കുറ്റം പറയുന്നു. എന്ത് ന്യായമാണ് അതിലുള്ളത്? ശരി, ശ്രീ സുരേഷ് താളൂർ, 344 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട് ടൈഗർ സാങ്ച്വറി, അവിടെയുള്ളത് ഇപ്പോൾ 84 എന്ന് പറയുന്നു. ഒരു ക്ലീൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. 84 കടുവയുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വരുന്നതല്ലോ. ആ 84 കടുവയ്ക്ക് ജീവിക്കാനുള്ള കാട് അവിടെയുണ്ടോ? അപ്പോൾ ഈ കടുവയുടെ എണ്ണം കൂടുന്നു എന്ന യാഥാർത്ഥ്യമെങ്കിലും അംഗീകരിക്കാതെ കടുവ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ആളെ തിന്നുമ്പോൾ കടുവയെ വെടിവെച്ച് വന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ അടിസ്ഥാനപരമായി ഉദ്യോഗസ്ഥർ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു മന്ത്രിയെ വിമർശിക്കാൻ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ പിശകുണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ മുന്നണിയിൽ ആളില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന വാറോലകൾക്കനുസരിച്ച് നിയമ ഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം നേടിയെടുക്കുന്നു എന്നതിനപ്പുറം വനം വന്യജീവി കോൺഫ്ലിക്റ്റ് എന്ന കഴിഞ്ഞ 10 വർഷത്തെ കേരളം കണ്ട ഏറ്റവും രൂക്ഷമായ പ്രശ്നം പരിഹരിക്കാനുള്ള നിയമനിർമ്മാണത്തിനോ നിയമ ഭേദഗതിക്കോ നിങ്ങൾ തുനിഞ്ഞില്ല എന്ന് ഇന്ന് അല്പം മുമ്പ് KCBCയും ചൂണ്ടിക്കാട്ടുന്നത് കാര്യം അതാണ്. ജനദ്രോഹകരമായ ഒരു നിയമ ഭേദഗതിക്ക് വന്നു, ജനരോഷം ഭയന്ന് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതിനപ്പുറം ജനങ്ങളുമായി ഒരു ബന്ധവും ഒരു നിയമ ഭേദഗതിയിൽ ഉണ്ടാകുന്നില്ല, ഒരു പദ്ധതി രൂപീകരണത്തിനുണ്ടാകുന്നില്ല ഈ കുടിയേറ്റ മേഖലയെ സംബന്ധിച്ച് എന്നുള്ളത് കാമ്പുള്ള വിമർശനമല്ലേ? അല്ല, നമ്മുടെ നാട്ടിലുള്ള സംവിധാനം അനുസരിച്ച്
ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും വകുപ്പുകളെ പോലില്ല. വനനിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര വനനിയമത്തിന് മാത്രം പ്രശ്നമല്ല, സുപ്രീം കോടതിയുടെയും ട്രൈബ്യൂണലിന്റെയും എല്ലാം ഇടപെടൽ അടിക്കടി ഉണ്ടാവുന്ന സങ്കീർണമാണ് വനത്തിന്റെ പ്രശ്നങ്ങൾ. ഇപ്പൊ സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ വനസംരക്ഷണത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്ന അത് ദേശീയ വനംവകുപ്പും ഒരുപക്ഷെ സംസ്ഥാന വനംവകുപ്പും അങ്ങനെ ഊന്നൽ കൊടുക്കുന്ന വനംവകുപ്പ് അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു നിയമം തയ്യാറാക്കി ഒരുപക്ഷെ വനംവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അത് സംസ്ഥാനത്തിന് മുമ്പിലേക്ക് വന്നാൽ അതിൽ പ്രതിഷേധമുണ്ടെന്ന് കണ്ടപ്പോൾ പിൻവലിക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് കർഷകരെ കൊലപ്പെടുത്തിയ, ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ചതായിരുന്നില്ലേ ആഗോളവൽക്കരണ നയം? അത് രാജ്യത്ത് നടപ്പിലാക്കിയ മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ മോദി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പിൻവലിച്ചോ? എത്ര സമര രാജ്യത്ത് ഉയർന്നു വന്നു? എത്ര പാർലമെന്റ് മാർച്ച് നടത്തി? എത്ര പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു? കർഷകരെ ആത്മഹത്യയിലേക്ക് ആയിരക്കണക്കിന് കർഷകരെ, വിദർഭയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ ആഗോളവൽക്കരണ നയം മൻമോഹൻ സിംഗ് കാലത്ത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ, സാമ്രാജ്യത്വ നിർദ്ദേശം വഴങ്ങി നടപ്പിലാക്കിയപ്പോൾ എന്തെങ്കിലും ഒന്ന് പിൻവലിച്ചോ? അപ്പൊ അത് കോൺഗ്രസ് ആണ്, ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത അതാണ്. ഒരുപക്ഷെ ചില നിയമങ്ങൾ, ഏതെങ്കിലും കാലഘട്ടത്തിൽ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വന്നാൽ ആ നിർദ്ദേശം ജനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടാൽ അത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള മര്യാദ കാണിച്ചു വന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റിന്റെ പ്രത്യേകത. അതിന്റെ മുകളിൽ കടിച്ചു തൂങ്ങി കിടക്കല്ല കോൺഗ്രസിനെ പോലെ, അല്ലെങ്കിൽ നടപ്പിലാക്കിയത് പിൻവലിക്കാതിരിക്കല്ല. തീരുമാനിക്കപ്പെട്ട നിയമം പൂർണ്ണമായും പിൻവലിക്കുന്നു. കേരളത്തിലെ കർഷകർക്ക്, മലയോര കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിൽക്കില്ല. ഈ സർക്കാർ ജനങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് സുരേഷിന്റെ ചോദ്യം അതല്ല. ആ നിയമ ഭേദഗതിയുടെ സമയത്ത് പോലും ഈ വന്യജീവി മനുഷ്യാക്രമണം തടയാനുള്ള ഒരു നിർദ്ദേശവും അതിലുണ്ടായിരുന്നില്ല. അതായത് കർഷകർക്ക് ഉപകാരപ്രദമായ ഒന്നുമില്ല. അവരെ ദ്രോഹിക്കാനുള്ള ഒരു നിയമ ഭേദഗതിക്കാണ് നിങ്ങൾ മുൻകൈ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ് ജനങ്ങളുമായി. ഈ പറയുന്ന കുടിയേറ്റ മേഖലയിലെ കർഷകരുമായി ഈ സർക്കാർ ഡിസ്കണക്റ്റഡ് ആണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം. ഞങ്ങൾ ഡിസ്കണക്റ്റഡ് ആയാൽ അത് പിൻവലിക്കില്ലെന്നേ. ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം നിയമം പ്രസന്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ നിയമത്തിന്റെ മുമ്പിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷത്തിനകത്തും പാർട്ടിക്കകത്തും നടന്ന ചർച്ച, അല്ലാതെ മലയോര ജാഥ പ്രതിപക്ഷ ജാഥ പ്രഖ്യാപിച്ചൊന്നുമല്ല. അതുകൊണ്ടൊന്നല്ല, അത് കൃത്യമായും കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർക്കുള്ള, താഴെ തലത്തിലുള്ള പ്രവർത്തകന്മാർക്കുള്ള അഭേദ്യമായ ബന്ധമാണ്. അത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉയർത്താനും അത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെടാനും അത് പഠിക്കാനും അത് പിൻവലിക്കാനും വേണ്ടി ഗവൺമെന്റ് തീരുമാനം അക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെ നേരത്തെ കിഫയുടെ പ്രതിനിധി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമാണ് ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ടെങ്കിൽ അതൊന്നും പരിശോധിക്കാം, അത് ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇവിടെ കടുവയുടെ എണ്ണം വർദ്ധിക്കുന്നു. കടുവയുടെ എണ്ണത്തിനനുസരിച്ച് വനമില്ല. അതുകൊണ്ട് അത്രയും കടുവകളെ ഇവിടുന്ന് മാറ്റാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അത് അത്തരം ഒരു പ്രശ്നം രാജ്യത്ത് നിലവിലുണ്ടെങ്കിൽ അത് പറയാവുന്ന ഏറ്റവും നല്ല MLA-ക്കാളും ഏറ്റവും നന്നായി പറയാവുന്ന ഒരാളല്ലേ വയനാടിനെ സംബന്ധിച്ച് വയനാടിന്റെ ലോക്സഭാംഗം. ഞാൻ നേരത്തെ ഉന്നയിച്ചാൽ എന്താ കോൺഗ്രസ് പ്രതിനിധി അക്കാര്യത്തിൽ ഉണ്ടാത്തത്? വയനാടിന് 5 കൊല്ലം മുമ്പ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വേണം ഞാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് അയച്ചുതരാം. എന്റെ ഫോണിലുണ്ട്, അതിന്റെ കോപ്പി അയച്ചാൽ അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിൽ ആ കോപ്പി അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ MP ആയാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്യജീവി സംരക്ഷണ നിയമം, വയനാട്ടിലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന അദ്ദേഹം 8 കൊല്ലം 5 കൊല്ലം ആദ്യം പിന്നീട് കുറച്ചു കാലം ഉണ്ടായാലോ ഒരു നയാ പൈസ അദ്ദേഹത്തിന്റെ MP ഫണ്ട് വയനാട്ടിലേക്ക് തന്നോ? അതേ സമയത്ത് കേരള ഗവൺമെന്റ് ഈ മാനന്തവാടി മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയത് വേണം ഞാനിപ്പോ പറയാം. അരണപ്പാറ റേഷൻ കട തോൽപ്പെട്ടി ഫെൻസിങ്ങിന് വേണ്ടി 29,70,000 രൂപ, മുത്തുമാരി ചാത്തനാടിന് വേണ്ടി 25,50,000 രൂപ, ഓലഞ്ചേരി കാപ്പിക്കണ്ടിക്ക് വേണ്ടി 17 ലക്ഷം രൂപ, ഇരുമ്പോലം കാപ്പിക്കണ്ടി ഫെൻസിങ്ങിന് വേണ്ടി 51 ലക്ഷം രൂപ, കാപ്പിക്കണ്ടി കാളിന്തി കോളനി ഫെൻസിങ്ങിന് വേണ്ടി 12,20,000 രൂപ, മേലെ വരയാൽ താരാബായി ഫെൻസിങ്ങിന് വേണ്ടി 8,50,000, ദാസനക്കര കൂടൽ കടവിന് വേണ്ടി 30 ലക്ഷം, പാൽ വെളിച്ചം ബാവലിക്ക് വേണ്ടി 26 ലക്ഷം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് RRTക്ക് വാഹനം വാങ്ങാൻ 20 ലക്ഷം, അതിപ്പോ വാങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ നോക്കൂ, മാനന്തവാടി മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ചതാ. ബത്തേരി വയനാട് മണ്ഡലത്തിന് കണക്കെനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അത് വേറെ ഉണ്ട്. കേരളത്തിലെ മറ്റു മലയോര കടുവയും കാട്ടാനൊക്കെ വരുന്നത് ഫെൻസൊക്കെ അവിടെ ഉണ്ടോ? അതൊക്കെ ചാടിക്കിടന്ന് വരുന്നതാണോ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വയനാട് വനത്തിന്റെ വലുപ്പവും സങ്കീർണത ഞാൻ പറഞ്ഞു. അതായത് വയനാട് വന്യജീവി വനഭൂമികളെ ആകെ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വേർതിരിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം, കോടാനുകോടി രൂപ വേണം. അപ്പൊ പറയുമ്പോൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണം. കേരളത്തിൽ ഒരു വർഷത്തിന്റെ ബജറ്റ് പൂർണ്ണമായി നീക്കിവെച്ചാൽ പോലും വനവും നാടും അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തിന്റെ പ്രശ്നം വരുന്നത്. അതാണ് ഞങ്ങൾ പാക്കേജിനോട് ആവശ്യപ്പെടുന്നത്. ആ പാക്കേജിന് വേണ്ടി ഒരക്ഷരം പാർലമെന്റ് ഉന്നയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി 5 വർഷം തയ്യാറായോ? ഇപ്പൊ പ്രിയങ്ക തയ്യാറായിട്ടുണ്ടോ? ഞാൻ വയനാടിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞല്ലോ, ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ. അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താ? അക്കാര്യത്തിൽ കിഫയുടെ ഉത്തരവാദിത്തം എന്താ? കിഫയ്ക്ക് എന്താ കാര്യത്തിൽ? അപ്പൊ കിഫയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ അരാഷ്ട്രീയ സംഘടനയിൽ ഈ കിഫയുമുണ്ട്.
കിഫ എല്ലാ വേദിയിലും ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്താനും നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് കുറ്റപ്പെടുന്നത്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നിങ്ങളാ ഭരിക്കുന്നത്. പിന്നെ നിങ്ങളെ അല്ലാതെ ആര് കുറ്റപ്പെടുത്തും? അവർ അത് കിഫയുടെ രാഷ്ട്രീയമാണ്. കിഫയുടെ രാഷ്ട്രീയം അരാഷ്ട്രീയം എന്ന് പറയുന്നത് കിഫയുടെ, അതായത് ഭരണകൂടത്തെ അവരുടെ കഴിവുകേടുകളിൽ വിമർശിക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ്. അവർ കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഓടിച്ചു വിടുന്നവരാണ്. എന്തൊരു അതായത് വനമന്ത്രിയുടെ വാദം ആവർത്തിക്കുകയാണ് സുരേഷ്. അല്ല, വനമന്ത്രി പഴയ ഇൽഫാമും FRF ഉൾപ്പെടെയുള്ള അരാഷ്ട്രീയ സംഘടനകൾ വയനാട്ടിൽ പ്രവർത്തിച്ച് പരാജയപ്പെട്ടിട്ടാണ് കിഫ മുളച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘടനകൾ മാത്രം പോരാ സുരേഷ്. രാഷ്ട്രീയ സംഘടനകളും അവരുടെ തൊഴിലാളി യൂണിയനുകളും അവരുടെ ഉപസംഘടനകളും മാത്രം പോരാ. അവരല്ലാത്ത രാഷ്ട്രീയ സംഘടനകൾ വേണം. അത്തരം സിവിൽ റൈറ്റ്സ് മൂവ്മെന്റുകളാണ് ജനങ്ങളുടെ വിഷയം ഈ സർക്കാരിന് മുമ്പിൽ എത്തിക്കുന്നത്. അല്ല, അത് LDFന്റെ പ്രഖ്യാപിത നയമാണോ? അതായത് നിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും കുഴപ്പക്കാർ, അങ്ങനെയാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കിഫ അരാഷ്ട്രീയ സംഘടന, കിഫ ഒരു അരാഷ്ട്രീയ സംഘടന തന്നെയാണ്. കിഫ പ്രത്യേകിച്ച് അല്ല, അതെന്താ പ്രശ്നം സുരേഷ്? ഒരു സംഘടന അരാഷ്ട്രീയ സംഘടനയാണ്. അവർ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്, ഇവരൊക്കെ രാഷ്ട്രീയ സംഘടനകളാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരുണ്ടാവും. അവർക്ക് പ്രത്യേക രാഷ്ട്രീയ മുദ്രാവാക്യം ഉണ്ടാവില്ല. അതിനെന്താ കുഴപ്പം? ജനാധിപത്യ സംവിധാനത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അല്ല, കിഫയുടെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ ഇത് മനസ്സിലാക്കാത്ത ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഈ നാട്ടിൽ പോത്തിക്കുന്നവരാണ്. ഞങ്ങൾക്കറിയാം കിഫ എന്ത് പോത്തിക്കുന്നു, കോൺഗ്രസ് എന്തിനു പോത്തിക്കുന്നു, BJP ഞങ്ങൾ എങ്ങനെ പോത്തി അവർക്കറിയില്ലേ. കിഫയെ സംബന്ധിച്ച് കൃത്യമായ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. പണ്ടത്തെ FRFും പണ്ടത്തെ ഇൻഫാമും ആണോ ഈ കിഫയും ഇൻഫാമും ഒക്കെ LDF ഭരിക്കുമ്പോൾ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന, അവർ ഭരിക്കുമ്പോൾ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന സംഘടനയാണോ? പോൾ മാത്യു, മറുപടി വളരെ പെട്ടെന്ന്, സമയം കഴിഞ്ഞു. ഞാനൊന്ന് ഇടപെടട്ടെ. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ, മഞ്ഞപ്പറ്റമുള്ളവർക്ക് എല്ലാം മഞ്ഞയായിട്ട് കാണുന്നുള്ളതാണ്. അതായത് സുരേഷ് താളൂർ ഇടതുപക്ഷത്തിനെതിരായി കിഫ മൂർച്ച കൂട്ടുമ്പോൾ സുരേഷ് താളൂർ അത് കാണുന്നു. കോൺഗ്രസിനെതിരായി കിഫ പറയുമ്പോൾ സുരേഷ് താളൂർ അത് കാണുന്നില്ല. ഇപ്പോൾ തന്നെ കിഫയുടെ ഫേസ്ബുക്ക് പേജിൽ കോൺഗ്രസിനോട് 10 ചോദ്യങ്ങൾ. നിങ്ങൾ കിഫയെ കോൺഗ്രസിനെ കുറിച്ചോ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചോ നിങ്ങൾ പറഞ്ഞോ? അതാണ് പറയുന്നത്. അത് പറഞ്ഞ അവസാനിപ്പിക്കുക, ചർച്ച നിർത്തേണ്ടത്. ഓക്കെ, കോൺഗ്രസിനെതിരെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ വയനാട് FPയെ കുറിച്ച് എന്താ പറയാത്തത്? പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചൊന്ന് പറയൂ കേൾക്കട്ടെ. പ്രിയങ്കയെ കുറിച്ച് പറയൂ കേൾക്കട്ടെ. BJP ഗവൺമെന്റിനെ കുറിച്ചൊന്ന് പറയൂ കേൾക്കട്ടെ. കിഫയ്ക്ക് അങ്ങനെ സ്വതന്ത്രമായ സർവതന്ത്ര എല്ലാവരും വിമർശിക്കുന്ന രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ, അങ്ങനെ ജനപക്ഷ രാഷ്ട്രീയമാണ് കിഫ കൈകാര്യം ചെയ്യുന്നെങ്കിൽ, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ പ്രിയങ്കയെ കുറിച്ചും കേന്ദ്ര നയങ്ങളെ കുറിച്ചും ഒന്ന് പറയൂ. നിങ്ങൾ ഈ കേന്ദ്രമന്ത്രി ശശീന്ദ്രൻ സുരേഷ് താളൂർ കിഫയുടെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന ജാഥയ്ക്ക് കോൺഗ്രസിനോട് കിഫ 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നവർക്കും പരിക്കു പറ്റുന്നവർക്കും കൃഷിനാശം സംഭവിക്കുന്നവർക്കും ഇപ്പോൾ കൊടുക്കുന്ന തുച്ഛമായ നഷ്ടപരിഹാരം നിങ്ങൾ കൂട്ടി നൽകി മോട്ടോർ ട്രിബ്യൂണലിൽ എത്തുന്ന പോലെ എത്തുമോ എന്ന് കോൺഗ്രസിനോട് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെയുമല്ല, ശ്രീ രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ വന്യജീവി പ്രശ്നം, വയനാട്ടിലെ വന്യജീവി പ്രശ്നം എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. വന്യജീവി സംരക്ഷണ നിയമം അവിടെ ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി യാതൊരു കമന്റ് ഇടുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. ഇത് കൂടാതെ തന്നെ UDFന്റെ തന്നെ ശ്രീ ഉണ്ണിത്താൻ, കാസർഗോഡ് MP ആയിരുന്ന ഉണ്ണിത്താൻ ഒരേ സമയം രാഷ്ട്രീയ സംഘടന എന്ന് കിഫയെ വിശേഷിപ്പിക്കുകയും അതേസമയം തന്നെ LDF വിരുദ്ധ CPM വിരുദ്ധ രാഷ്ട്രീയമാണ് അവർക്കുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വളരെ നന്ദി ശ്രീ പോൾ മാത്യു, ശ്രീ സുരേഷ്, ശ്രീ ജിൻഡോ ജോൺ ഇത്രയും സംസാരിച്ചതിനിടെ.